പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുപ്രഭാതം. കടലിലും കരയിലുമായിട്ടും ലോകവ്യാപകമായി നടത്തിയിട്ടുള്ള കർത്താവിൻ്റെ ഉപകരണമായി നടത്തി ദൈവം തിരഞ്ഞെടുത്ത് കൈപിടിച്ച് നടത്തിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും, പതിനായിരക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യങ്ങളും ഒക്കെ എല്ലാം ഇതിൻ്റെ ആസ്തിഭദ്രതയും അടിത്തറയുമാണ്. സർവോപരി കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ കൃപാസന ആൾത്താരിൽ നടന്ന് ലക്ഷങ്ങൾ പങ്കെടുത്ത ആരാധനയും ഇതിൻ്റെ ആസ്തിയാണ്. അതിൻ്റെ യോഗ്യതയിലാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയിലാണ് ഈ പ്രാർത്ഥന. ശിരസ് നമിച്ച് സ്തുതിച്ചും പ്രാർത്ഥിച്ചും വിശ്വാസപ്രമാണം ചൊല്ലിയും നിങ്ങളുടെ നിയോഗങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കേണ്ട അവസരമാണ്. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 38 വർഷത്തെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയിലെ അടിസ്ഥാനത്തിലെ കർത്താവ് പരിശുദ്ധ അമ്മ കൃപാസാൽത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 20ാമത്തെ വർഷത്തിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള മുഴുവനും ആരാധനയുടെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ, സ്വർഗീയപ്പ, അങ്ങ് പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങയുടെ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെ കർത്താവ് പീഡ അനുഭവിക്കുന്നവർ, മനസ്സ് തകർന്നവരുടെ മേൽ കർത്താവ് ഡിപ്രഷൻ അനുഭവിച്ചിട്ട് ഒന്നിനും പഠിക്കാൻ പറ്റാതിരിക്കുന്നവർ, ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ, യാത്ര ചെയ്യാൻ പറ്റാത്തവർ, കുടുംബത്തിൽ വലിയ മരണവും വിയോഗവും വേദനയും നടന്ന് തളം കെട്ട് നിൽക്കുന്നവർ, ആ വിരിഞ്ഞു പോയ ആൾക്കാർ, അപ്പനായിക്കൊള്ളട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തിട്ട് നെടുവിൽപ്പെടുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം നീ സ്പർശിക്കണം. കർത്താവ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ വാക്കുകൾക്ക് ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറാത്തതിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്ന കർത്താവെ, അങ്ങയുടെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ്, ഇതിൻ്റെ വാക്ക് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ വചനത്തെ മാംസമാക്കി നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു കൂടാരമായി, വാഗ്ദാന പേടകമായി കർത്താവെ, അങ്ങ് ഞങ്ങളെ മാറ്റുന്ന ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന നന്ദി പറയുന്ന കർത്താവെ, ഈ കൃപയിൽ നിലനിന്നുകൊണ്ട് കർത്താവെ, ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന സഞ്ചരിക്കുന്ന വഴികൾ, സന്ദർശിക്കുന്ന ഇടങ്ങൾ, ചെയ്യുന്ന സംരംഭങ്ങൾ, ഇടപെടലുകൾ, മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ കൂടി ആലോചനകൾ, ഡേറ്റിൻ്റെ നിർണായകം, അത് ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ വിഷയങ്ങളും, ഞങ്ങൾ ഭയപ്പെടുന്ന വ്യക്തികൾ, ഭയപ്പെടുന്ന വിഷയങ്ങൾ കർത്താവെ, അവരെ കണ്ടുമുട്ടുന്ന എല്ലാ ആ സമയത്തെല്ലാം കർത്താവ് നിർണായക നിമിഷങ്ങളിൽ എവിടെയാണ്, സർക്കാർ ഓഫീസിലായാലും ജീവന വിഷയങ്ങളിലായാലും കർത്താവ്, ഉദ്യോഗസ്ഥ വിഷയങ്ങളായാലും ജോലി സംബന്ധ കാര്യങ്ങളായാലും എവിടെയെല്ലാം ഞങ്ങൾക്ക് അയോഗ്യതയുണ്ട് കർത്താവ്, അവിടെയെല്ലാം കർത്താവെ നിൻ്റെ വാഗ്ദാനമുണ്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിലെ, എൻ്റെ കൃപ കൊണ്ടാണെന്ന് പറഞ്ഞ ആ കൃപയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നിൻ്റെ കൈകളിലേക്ക് ഞങ്ങളുടെ പരിശുദ്ധ അമ്മയും അത് നാമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹത്താൽ മുദ്ര ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ സന്ദേശം കർത്താവിൻ്റെ വചനം കേൾക്കാം. ഇത് പിതൃസ്വത്ത് താനുമായി പങ്കുവെക്കാൻ വേണ്ടി ഒരു ജനക്കൊടുന്ന ഒരു മനുഷ്യൻ കർത്താവിനെ സമ്മർദ്ദം ചെയ്യുന്ന ഒരു സന്ദർഭം ബൈബിളുണ്ട്. അത് നമുക്ക് വായിച്ച് കേൾക്കാം. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് പറയാം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13-14 തിരുവചനങ്ങളാണ്. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അതായത് എപ്പോഴും വരുന്ന ഒരു വലിയ പ്രലോഭനമാണ് ചരിത്രത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ടെംപ്റ്റേഷൻസ് എന്ന് പറയും. ഇത് ചരിത്രപരമായ പ്രലോഭനം എല്ലാ കാലങ്ങൾക്കും എല്ലാ തലമുറയ്ക്കും ഉള്ളതായിട്ടുള്ളതാണ്. കർത്താവിൻ്റെ ദൗത്യത്തിൽ നിന്ന് കർത്താവിനെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം.
ഇത് ആദ്യകാലം മുതലേ ഉണ്ടായത് തുടങ്ങി വെച്ച പിശാചാണ്. പിശാച് വന്നിട്ടും കർത്താവിന് മരുഭൂമിയിലെ പരീക്ഷണ സമയത്ത് പിശാചാണ് ഈ സംഭവം തുടങ്ങിയത്. കർത്താവിനെ ഡീബീറ്റ് ചെയ്ത് കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സ്റ്റിയറിങ്ങിലൂടെ കർത്താവിനെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുക. ദൈവത്തിൻ്റെ കൺട്രോൾ തൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. പിശാചാണ് ആദ്യം പറയണത് കല്ലുകളോട് അപ്പമാകാൻ പറയണത്. ലൂക്കാൻ്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ വായിക്കണത്. ആ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 3-ാം തിരുവചനം. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കാൻ പറഞ്ഞ പിശാച് കർത്താവ് മനുഷ്യനെ ദൈവവചനം കൊണ്ട് തന്നെ അവനെ റെഫ്യൂട്ട് ചെയ്യും. എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങൾ കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. അപ്പം മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ടാണ്. ദൈവ പൈതൽ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ ദൈവപൈതലിൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയെ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? അവൻ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം ലോകത്തിന് നൽകുന്ന വചനാധിഷ്ഠിതമായ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്തത്. അതിൻ്റെ ഒരു കാരണം. പക്ഷേ പണ്ട് പിശാച് ഈ പ്രലോഭനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് തൽക്കാലത്തേക്ക് പോയായിരുന്നു. ഈ പിശാച് തന്നെയാണ് ഇപ്പോഴീ ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഈ മനുഷ്യ യുവാവിലൂടെ വീണ്ടും തിരിച്ചു വരണമെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താ കാര്യം എന്നൊക്കെ വായിക്കാം. ലൂക്കാ 4:13. അപ്പോൾ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. അപ്പൊ യേശുവിനെ തൻ്റെ ഡിവൈൻ കോസ്, മനുഷ്യാവതാരത്തിൻ്റെ കോസ് കാരണങ്ങളിൽ നിന്ന്, ദൈവികമായ കാരണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയും. ഇപ്പം ചില രാഷ്ട്രീയക്കാരൊക്കെ പറയില്ലേ, ക്രിസ്തു ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്. അപ്പോൾ ഇത് ചരിത്രത്തിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രലോഭനമാണ് മനുഷ്യരാശിക്ക്. അതായത് ചില ആൾക്കാർക്ക് ഈശോയുടെ ചില ദൗത്യ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ചില മതങ്ങൾ പറയും കർത്താവ് പ്രവാചകനാണെന്ന് പറയും. ഇതൊന്നുമല്ല കർത്താവ്, എന്നാൽ ഇതെല്ലാമാണ്. പക്ഷേ അൾട്ടിമേറ്റായിട്ടാണ് ആരാണ് ഈശോ? രക്ഷകനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുന്നത് 1 കൊറിന്തോസിലെ 15-19 വായിക്കുന്നത്, മനുഷ്യജീവിതം ധന്യമാകുന്നത്, അതായത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ മറ്റു മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഭൗതിക സമ്മർദ്ദം ഉണ്ടായാലും ആ ഭൗതിക സമ്മർദ്ദം, ഒരു സമ്മർദ്ദം കഴിയുമ്പോൾ മകളുടെ കഴിയുമ്പോൾ ഉടനെ കർത്താവിൻ്റെ അടുത്ത് വരും, മകൾക്ക് കൊച്ചുണ്ടാകാൻ പറയും. കൊച്ച് കിട്ടിക്കഴിയുമ്പോൾ പറയും ആ കുഞ്ഞിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ കിട്ടാൻ വരും. ഇങ്ങനെ ചില മനുഷ്യർ ജീവിതകാലം മുഴുവൻ കർത്താവിനെ ദുർവിനിയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും ഭൗതികമല്ലാത്ത കാര്യത്തിന് വേണ്ടി കർത്താവിനെ ആശ്രയിക്കാത്തവർ നിത്യതയുടെ നിരപേക്ഷതയാണ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് കർത്താവിനെ മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഭൗതിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അതിലൂടെ ആധ്യാത്മിക മുന്നേറ്റം നടത്താനുള്ള ദൈവിക പദ്ധതിയാണ് ഓരോ ദിവസവും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അത് നിങ്ങൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരൻ ഈ നിമിഷം നിങ്ങളെ ആശീർവദിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതൽ അനുഭവിക്കട്ടെ. കർത്താവ് ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ.